ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ മിൽക്ക് ബ്രെഡ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ആണ്, നല്ല ടേസ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 പീസ് സ്ലൈസ് എടുത്തിട്ടുള്ള ബ്രെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കിനി അടുത്തത് വേണ്ടത്, ആദ്യം നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ആ ബ്രെഡ് ഉണ്ടല്ലോ, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നിടം വരെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചെറിയൊരു പ്ലേറ്റിലായിട്ട് മാറ്റി വെക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അതിനുശേഷം ഞാൻ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ബ്രൗണിഷ് ആയിട്ടൊന്ന് വരുമ്പോൾ ആ ടൈമിൽ നമ്മൾ 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല ഈ കാരമലൈസ്ഡ് ആയിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഞാൻ അതിലേക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഒരു 1/2 കപ്പ് പാൽപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റാണ് പാൽപ്പൊടി ആഡ് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ ഇതെല്ലാവരും സിമ്പിളായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഒന്ന് ബട്ടറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല ഷേപ്പാക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമ്മളൊരു അരമണിക്കൂറോളം ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിലും സെറ്റ് ചെയ്യാൻ വെക്കുക. ഇതെടുത്തപ്പോൾ നല്ല കട്ടിയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മളതൊന്ന് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസായിട്ട് എടുത്ത് വെക്കുക. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ റെസിപ്പിയാണ്, നല്ല ടേസ്റ്റാണ്. ഞാൻ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബദാമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.